സോ വെൽക്കം ബാക്ക് ടു ദി എന്താ പറയാ ഇത് വേണമെങ്കിൽ അവസാന സെഷൻ വേണമെങ്കിൽ പറയാം, ബാക്ക് ട്രാക്കിംഗ് സെർച്ച്. അപ്പൊ നമ്മളിപ്പോ ബാക്ക് ട്രാക്കിംഗ് സെർച്ച് നമുക്ക് അറിയാം, നമ്മുടെ DFS നമ്മുടെ സെക്കൻഡ് മോഡിൽ നിന്ന് കൊടുത്തിട്ട് ഡെപ്ത് ഫസ്റ്റ് ലിമിറ്റ് സെർച്ച്, അതായത് ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഡെപ്ത് ഫസ്റ്റിലേക്ക് നമുക്ക് സെർച്ച് ചെയ്ത് അങ്ങനെ എന്താ പറയാ, ആദ്യം റൂട്ട് നോഡ് വിസിറ്റ് ചെയ്യുന്നു, അതിന്റെ ലെഫ്റ്റ് സൈഡ് വിസിറ്റ് ചെയ്യുന്നു, പിന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡ് വിസിറ്റ് ചെയ്യുന്നു, അങ്ങനെ എത്ര നോടുന്നോ അത്ര, അതാണ് ഡെപ്ത് ഫസ്റ്റ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ അതിനേക്കാളാണ് ഈ ബാക്ക് ട്രാക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നോർത്ത് സൗത്ത് സൗത്ത് വെസ്റ്റ് ഓസ്ട്രേലിയൻ കൺട്രീസിന്റെ കേസ് വന്നിട്ട്, ഓസ്ട്രേലിയ കൺട്രിയിൽ നമ്മൾ മാപ്പ് കളറിങ് കൊടുക്കുമ്പോൾ ഇവിടെ റെഡ് കൊടുക്കണം, അവർ റെഡ് കൊടുത്തപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആയി. ആദ്യം കൊടുത്തപ്പോൾ ഇനി ഇയാള് റെഡ് അല്ലേ കൊടുത്തത്, നമുക്ക് ഗ്രീൻ കൊടുത്ത് നോക്കാം. അപ്പൊ എന്താ ഇത് ബാക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്, റൂട്ടിലേക്ക് വന്നിട്ടാണ് വീണ്ടും ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ബാക്ക് ട്രാക്കിംഗ് സെർച്ച് എന്തിനു പറഞ്ഞാൽ നമ്മൾ ആദ്യം അസൈൻമെന്റ് നമുക്ക് നമ്മുടെ കയ്യിൽ ഫുൾ അസൈൻമെന്റ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആർക്കോ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ട് കൺസിസ്റ്റന്റ് അല്ല. അപ്പൊ എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും ആ അസൈൻമെന്റിനെ കിട്ടിയ അസൈൻമെന്റ് എന്ത് ചെയ്യും, വീണ്ടും തിരുത്താൻ നോക്കും. ആ തിരുത്തുന്നതാണ് എന്ത് ബാക്ക് ട്രാക്കിംഗ് സെർച്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വർക്ക്സ് ഓൺ പാർഷ്യൽ അസൈൻമെന്റ്. ഇതൊക്കെയാണ് ഡെപ്ത് ഫസ്റ്റ് ലിമിറ്റിന്റെ അതേ തന്നെയാണ് പാർഷ്യൽ അസൈൻമെന്റ് വർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ഡൊമൈൻ സൈസ് പറയും. നമ്മളിപ്പോ ബ്രാഞ്ചിങ് ഫാക്ടർ ഇപ്പൊ നോക്കൂ, ഇത് ഉദാഹരണത്തിനോട് പറയാം, ഇതിപ്പോ റൂട്ട് നോഡ് n ആണെങ്കിൽ ഇതിന്റെ കുറേ ബ്രാഞ്ച് ഉണ്ടാകാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാത്തിനെയും നമ്മൾ വിസിറ്റ് ചെയ്യും, പിന്നെ ഇതിനടുത്ത് നമ്മൾ വരും, ഇതിനെ വീണ്ടും വരും, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനെ വീണ്ടും ഒരു 4-5 ബ്രാഞ്ചിന് ഇപ്പൊ ഇത്രയേ ഉള്ളൂ ചെയ്യാം. അപ്പൊ ഇതുവരെ വിസിറ്റ് ചെയ്യും, വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്യും. ഇവിടെയും ഓക്കെ അല്ല ചെയ്യും, ഇവിടെ ഓക്കെ ഇല്ലെങ്കിൽ ഇവിടെയും ഓക്കെ ആണ് വെച്ചാൽ ഇവിടെ നോക്കും, ഇത് ഓക്കെ അല്ല ഇവിടെ വീണ്ടും തിരുത്തേണ്ടത്. അപ്പൊ അതാണ് n വേരിയബിൾസ് ഉണ്ട്, ഇത്രയും വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇതിൽ d വാല്യൂസ് അസൈൻ. അപ്പൊ ഇത് ഓരോ വാല്യൂ അസൈൻ ചെയ്തു. അപ്പൊ എന്താ അർത്ഥം, എല്ലാ നോഡിലും ഓരോ കളർ വേണം. ദാറ്റ് ഈസ് n വേരിയബിൾസ് ഇതിലേക്ക് കൊടുത്തു ഈ ഒരു കളർ. അപ്പൊ ആർക്ക് ഇപ്പൊ എന്നെയാണ് ആദ്യം അസൈൻ ചെയ്തത്, ഞാൻ ആ റൂട്ട് നോക്കാം, എനിക്ക് ഏത് കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഈ കളർ എന്താവും, ബ്ലൂ ആവും. അപ്പൊ n എന്ന് എന്താവും, n-1 ആവും. അതെ d കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നെക്സ്റ്റ് ലെവലിന് n-1 into d. മനസ്സിലായോ? d വാല്യൂസ് ക്യാൻ ബി അസൈൻ ടു എനി ഓഫ് ദി n വാല്യൂസ്. അപ്പോൾ അത് ഏത് വാല്യൂസ് ഇനിഷ്യം. ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി n-1 ബാക്കിയുള്ള റിമൈനിങ് ഉള്ള n ലെവൽസിൽ കൊടുക്കാം. അതുപോലെ അപ്പൊ എന്താ അർത്ഥം, ഇപ്പൊ 10 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അത് നോക്കാൻ പറ്റില്ല. അപ്പൊ അതെന്താ അർത്ഥം, n ഫാക്ടർ ഇൻറ്റു d raised to n ലീവ്സ് എന്താ പറയാ, ട്രീ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത്. അത് ഇൻഫ്ലുവൻസ് വഴിയാണ്. അതായത് ഒരാൾക്ക് ഒരു വാല്യൂ കൊടുത്തു, അയാൾക്ക് എല്ലാവരായിട്ടും ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതിലൂടെ നമുക്ക് സുഡോക്കിൽ കണ്ടില്ലേ, ആ 4 എന്ന വാല്യൂ വരാൻ കാരണം എന്താ, നമ്മളവിടെ നോക്കി ആ കണ്ടിന്യൂഷൻ നോക്കി അതിൽ 7 കൊടുക്കണോ, 3 വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 എന്താവുന്നു, കോംപ്ലിക്റ്റ് ആവുന്നു. ഇവിടെ 9 കൊടുക്കാനും പറ്റില്ല, ഇവിടെ 7 കൊടുക്കാൻ പറ്റില്ല പറയുന്നത്. ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, സുഡോക്കിൽ വന്നിട്ട്. അപ്പോൾ ഓൺലി പോസിബിലിറ്റി ഏതാണ്, 4 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസ് വഴി കൊടുത്തിട്ടാണ് നമ്മൾ ഓരോന്ന് ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അപ്പൊ ഇൻഫ്ലുവൻസ് വഴിയാണ് നമ്മൾ ഇതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഉൾപ്പെടുന്ന കമ്മ്യൂട്ടേറ്റീവ് ഈസ് എ ക്രൂഷ്യൽ കമ്മ്യൂട്ടേറ്റീവ്. അതായത് ഒരാൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഏത് ഓർഡർ, ഞാൻ പറയുന്നത് ഇപ്പോ എന്നോട് ടൈം ടേബിൾ ഇടാൻ മതി എല്ലാ ഡിപ്പാർട്ട്മെന്റും. അപ്പൊ ഞാൻ CS ആയതുകൊണ്ട് ഞാൻ CS ടൈം ടേബിൾ ഇട്ടു, ഞാൻ ഇലക്ട്രോണിക്സിന്റെ ടൈം ടേബിൾ ഇട്ടു, പിന്നെ സിവിലിന്റെ ടൈം ടേബിൾ ഇട്ടു, പിന്നെ അങ്ങനെ എല്ലാ ടൈം ടേബിൾ ഇട്ടാലും ഇപ്പോ CS 3 ഡിപ്പാർട്ട്മെന്റ് നമ്മളറിയില്ല, ഫസ്റ്റ് ഇയറിലൊക്കെ ആകുമ്പോൾ 3-4 എന്താ പറയാ, ആ ഒരു ടീച്ചർ ഫൈനൽ ഇയേഴ്സിന് എടുക്കുന്നുണ്ടാവും, കൂടാതെ ഫസ്റ്റ് ഇയേഴ്സിനും എടുക്കുന്നുണ്ടാവും. ഫസ്റ്റ് ഇയേഴ്സിന് ഇലക്ട്രോണിക്സിലായിരിക്കും. അപ്പൊ ഞാൻ ഏത് ഓർഡറിൽ ടൈം ടേബിൾ ഉണ്ടാക്കുന്നതല്ല, അവർക്ക് പ്രോബ്ലം വരാമല്ല. ഒരു ഞാൻ മിസ്സിനെ ഒരു ടൈം ടേബിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ CS മിസ്സിന് എന്തെങ്കിലും പ്രോബ്ലം വരുന്നുണ്ടോ, ആ അവറിൽ മിസ്സിന് ഫസ്റ്റ് ഇയറിൽ വേറെ ഡിപ്പാർട്ട്മെന്റ് ഞാനാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുക, അതിന് ഒരു എഫക്റ്റ് ഉണ്ടാവാൻ. അതായത് ഏത് ഓർഡർ വന്നു കഴിഞ്ഞാലും ഔട്ട്കം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അതാണ് ഇവിടുത്തെ. അപ്പോൾ ഇത് ചെയ്യുന്ന ഓരോ വേരിയബിൾ ആയിട്ടാണ് അറ്റ് എ ടൈം ചെയ്യുന്നത്. അതായത് ഞാൻ ഓക്കെ ആണോ, ഓക്കെ, ഇനി അടുത്ത ആൾ ഇയാൾ ഓക്കെ ആണോ, ഓക്കെ, മറ്റൊരാളെ നോക്കും, പിന്നെ അതിന് ശേഷം ഞാനും അയാളും നോക്കും.
അതാണ് ഇവിടെ ബാക്ക് ട്രാക്കിംഗ് സെർച്ച്. Just a depth first search that chooses one value for when, then backtracks. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ അൽഗോരിതം പറയാനുള്ളത്. ഓക്കെ, ഇതിന് അൽഗോരിതം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, ഒരു കയ്യിൽ CSP അസൈൻമെന്റ് ഞാൻ പറഞ്ഞു, അസൈൻമെന്റ് ചെയ്ത പ്രോബ്ലം ആണല്ലോ. നമ്മൾ ഇനീഷ്യലി ടൈം ടേബിൾ ബ്ലാങ്ക് ആണ് അയക്കാം. അപ്പോൾ CSPയിൽ ബാക്ക് ട്രാക്കിംഗ് സെർച്ചിൽ നമ്മളിപ്പോൾ CSP ഉണ്ട്. അത് ഫുള്ളി അസൈൻമെന്റ് ആണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് എ സൊല്യൂഷൻ അല്ലെങ്കിൽ ഫെയിലർ. അപ്പോൾ ആദ്യം ഒരു ബാക്ക് ട്രാക്ക് എന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്യും. അത് ഇനീഷ്യലി ഇപ്പൊ നമ്മൾ ടൈം ടേബിൾ ഞാൻ ഇടാൻ പോകും. ടൈം ടേബിൾ ഇടാൻ പോകുന്നത് എന്താ, പേപ്പർ ബ്ലാങ്ക് ആണ്. ആര് ചെയ്യണം, മൺഡേ ടു ഫ്രൈഡേ ഉണ്ട്. മൺഡേ ടു ഫ്രൈഡേയിൽ ഫസ്റ്റ് അവർ ആര് കൊടുക്കണം, സെക്കൻഡ് അവർ ആര് കൊടുക്കണം. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ 4 തിയറി ഉണ്ടെങ്കിൽ 4 ഫാക്കൽറ്റീസ് ഉണ്ടാവും, പ്ലസ് പ്രൊജക്ട് ഉണ്ടാവും, പ്ലസ് ലാബ് ഉണ്ടാവും, പ്ലസ് സെമിനാർ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും വേഗം. അപ്പോൾ ഇനീഷ്യലി എം ടി ആണ്, ആ CSP ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. ബാക്ക് ട്രാക്കിൽ ഒരു അസൈൻമെന്റ് ഞാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഫുള്ളി അസൈൻമെന്റ് ആണെങ്കിൽ എനിക്ക് സൊല്യൂഷൻ കിട്ടും, നേരെ ഇവിടെ റിട്ടേൺ ആൻസർ. ഇഫ് അസൈൻമെന്റ് ഈസ് കംപ്ലീറ്റ്, എല്ലാം കംപ്ലീറ്റ് ആയി, അതായത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്ലീറ്റ് ഇല്ല. എനിക്ക് ഫസ്റ്റ്, നിങ്ങളുടെ ക്ലാസ്സിൽ എനിക്ക് ഫസ്റ്റ് അവർ കിട്ടി. ആ സമയത്ത് എനിക്ക് വേറെ ആര് ക്ലാസ്സില്ല, വേറൊരു ടീച്ചറിനും സാർ ഇത് എൻ്റെ അവറാണെന്നും അങ്ങനെയൊന്നും ഇല്ല, എല്ലാം ഓക്കെ ആണ്. അങ്ങനെ അർത്ഥം ദ ആൻസർ ഈസ് കറക്റ്റ്. ഇനി അല്ല, അതാണ് പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും അൺഅസൈൻഡ് വേരിയബിൾ ഇടുക. ഇപ്പോൾ അൺഅസൈൻഡ് പറഞ്ഞാൽ ഒരു അസൈൻമെന്റ് കംപ്ലീറ്റ് അല്ല, അതായത് ഇവിടെ ഒരു ബ്ലാങ്ക് ഉണ്ട്. ഈ ബ്ലാങ്കിന് ഇവിടെ ആർക്ക് കൊടുക്കാം. അപ്പോൾ വേറൊരു ടീച്ചറിന്റെ വേണമെങ്കിൽ ഇവിടെ കൊണ്ടിടാം. പക്ഷെ ആ ടീച്ചറിന്റെ ടൈം ടേബിൾ നോക്കുമ്പോൾ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ അയാൾക്ക് അവർ ഉണ്ടോ, അല്ലെങ്കിൽ അയാൾ ആ സമയത്ത് വേറെ ഏതെങ്കിലും ലാബ് ഉണ്ടോ, അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണോ, അല്ലെങ്കിൽ അടുത്ത ആൾ എടുക്കുക. നിങ്ങളുടെ ക്ലാസ് 4-5 പേരുണ്ടാവുമല്ലോ, 4 ഫാക്കൽറ്റി, ബാക്കിയെല്ലാം ഓക്കെ ആയി. ഈ ദിവസം ഇയാൾ കൊടുക്കണം, ഇയാളുടെ അടുത്ത അവർ. ഇപ്പൊ ഇവിടെ രാകേഷ് ഇപ്പോൾ ഒരു സാറിനെ എടുക്കുക, അതേ സാറ് തന്നെ അടുത്ത അവർ കൊടുക്കണമെങ്കിൽ അയാൾ പറയും എനിക്ക് S4 ഉണ്ടല്ലോ ക്ലാസ്, പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുക്കും. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയാ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അതാണ് അതിൽ നമ്മളൊരു വേരിയബിൾ കൊടുക്കുന്നത് സെലക്ട് അൺഅസൈൻഡ്. ഇതുവരെ അസൈൻ ചെയ്ത ഒരാളുണ്ട്, അതിന് VAR അസൈൻ ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ ഒരു കോളത്തിന് അയാൾക്ക് 4-5 ക്ലാസ് ഉണ്ട്, S4 ഉണ്ട്, S6 ഉണ്ട്, അപ്പോൾ ഉള്ള ഡൊമൈൻ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം ഓർഡർ ചെയ്യാൻ പോകണം. ഈ വാല്യൂസ് കൺസിസ്റ്റന്റ് വിത്ത്, ഇപ്പോൾ ഞാനിപ്പോൾ അയാൾക്ക് വേറൊരാള് ഇയാൾക്ക് ഇവിടെ കൊടുത്തു. ഉദാഹരണത്തിന് നമുക്ക് ഇതാണ് ഇപ്പോൾ സൊല്യൂഷൻ. ഞാൻ ഇപ്പോൾ വേറൊരാളിനെ വേറൊരു ടീച്ചറിനെ ഇവിടെ കൊടുത്തു. നോക്കുമ്പോൾ ആ ടീച്ചർ പറയണ, സാർ എനിക്ക് ഇവിടെ ഒരു ലാബ് ഉണ്ടല്ലോ, എനിക്ക് S6 ഒരു ക്ലാസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പറയും. അപ്പൊ എനിക്ക് അയാളെ ഇവിടെ കൊണ്ടിടാൻ പറ്റുമോ, പറ്റില്ല. അപ്പൊ കോൺഫ്ലിക്റ്റ് ആയില്ലേ. പക്ഷെ നേരെ മറിച്ച് ഒരു വേറൊരു ടീച്ചറിനെ ഞാൻ വിട്ടു. ആ മിസ് പറയാം, സാർ കുഴപ്പമില്ല, മിസ് ഇട്ടോ കുഴപ്പമില്ല, എനിക്ക് ആ സമയത്ത് ഫ്രീ തന്നെയാണ്. അപ്പൊ എന്താണ്, ഇതൊരു കൺസിസ്റ്റന്റ് ആണ്. അതായത് അയാൾക്കൊരു വാല്യൂ അസൈൻ ചെയ്തു, അതായത് VAR ആരായി, ആ ടീച്ചറിന്റെ പേരായി. അപ്പൊ അത് അസൈൻഡ്. അപ്പൊ ഇവിടെ ഈ അൺബ്ലാങ്ക്ഡ് എന്തായി, സോറി ബ്ലാങ്ക് വേരിയബിൾ എന്തായി, ഈ അൺഅസൈൻഡ് എന്തായി, അസൈൻ ആയി മാറി. അങ്ങനെ ഇൻഫ്ലുവൻസ് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ നോക്കൂ, ഇനി ആ മാഡത്തിനെ ഇപ്പോ നമ്മൾ KT പ്രകാരം ആഴ്ചയിൽ എത്ര വരാമുള്ളൂ, 4 പീരീഡ് വരാമുള്ളൂ. അപ്പൊ അവിടെ നോക്കും മൺഡേ, ഇപ്പൊ വെനസ്ഡേ ഇടാൻ പ്രോബ്ലം, മൺഡേ ട്യൂസ്ഡേ നോക്കും ആ ടീച്ചറിന് അവറൊന്നുമില്ല. വെനസ്ഡേ ഇട്ടു, തേഴ്സ്ഡേ 2 അവർ ഇട്ടു, ഫ്രൈഡേ 1 അവർ ഇട്ടു. അപ്പൊ ഓക്കെ, ഗുഡ്, അപ്പൊ കറക്റ്റ് ആയി. ഇനി അടുത്ത ആൾ നോക്കും, ഇൻഫ്ലുവൻസ് ഫെയിലിയർ അല്ല, അതായത് ഇൻഫ്ലുവൻസ് കാരണം ഒന്നും ഫെയിലിയർ ഒന്നും ഇല്ലെങ്കിൽ ദെൻ ആ ഇൻഫ്ലുവൻസിനെ ഓക്കെ ആ മാഡത്തിന് തന്നെ കൊണ്ടിട്ടു. അഥവാ ഫെയിലിയർ ആണ്, ഈ ഫെയിലിയർ ആണെങ്കിൽ എന്ത് ചെയ്യാം, ആ വിന്നർ റിമൂവ് ചെയ്യാൻ പറ്റില്ല, ആ മാഡത്തിനെ നമുക്ക് ഇടാൻ പറ്റില്ല. ആ സമയത്തും ആ ഇൻഫ്ലുവൻസ് റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരിക്കലും ഒരു ടീച്ചറിനും ആ വാല്യൂസിനെ കൊടുക്കാൻ, ആ ബ്ലാങ്ക് വേരിയബിളിനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് ബാക്ക് ട്രാക്കിംഗ് സെർച്ച്, അതായത് ടൈം ടേബിൾ മൊത്തം ഇനി മാറ്റേണ്ടി വരും എന്നാണ് അർത്ഥം. ഓക്കെ, അതിനുള്ള കാര്യമാണ് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇൻഫ്ലുവൻസ് നോട്ട് ഫെയിലിയർ, അപ്പൊ ആ പറഞ്ഞ ഇൻഫ്ലുവൻസ് ഓക്കെ, അപ്പൊ അതിനെ അസൈൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ബാക്ക് ട്രാക്ക്. അപ്പോൾ നമ്മുടെ ടൈം ടേബിൾ ഓൾറെഡി ഓൾമോസ്റ്റ് ഫിക്സഡ് ആയി. ഇനി റിസൾട്ട് നോട്ട് ഫെയിലിയർ. റിസൾട്ട് ഇപ്പൊ കിട്ടിയ റിസൾട്ട് ആ ടീച്ചർ പറയും, ഇപ്പൊ ഇതിവിടെ കൊടുത്തു, പക്ഷെ ഫൈനലി ആ ടീച്ചറിന് ഇവിടെ ഒരു
അവർ ഉണ്ട്. പക്ഷെ ഇവിടെയും ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മിസ് പറയും എനിക്കിത് പറ്റില്ല. അപ്പോൾ റിസൾട്ട് പക്ഷെ അപ്പോഴും പാർഷ്യൽ അസൈൻമെന്റ് അപ്പോഴും അപ്പോൾ എന്താവും ഫെയിലിയർ ആണ് അല്ലെ. നോട്ട് ഫെയിലിയർ ആണെങ്കിൽ ദെൻ റിട്ടേൺ റിസൾട്ട് അല്ല, റിസൾട്ട് ഇവിടെ ഫെയിലിയർ എന്ന് കാണിക്കും. കാരണം പാർഷ്യൽ ഇപ്പോൾ ഒരു 4 ഇനീഷ്യലി ഫുള്ളി അസൈൻമെന്റ് 4 ഒരു ബ്ലാങ്ക് മാത്രം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ടൈം ടേബിൾ സെറ്റായി പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ വീണ്ടും ബാക്ക് ട്രാക്കിംഗ് സെർച്ച് നടത്തുക, വീണ്ടും ടൈം ടേബിൾ ഒന്ന് മാറ്റി നോക്കുക, വീണ്ടും എൻ്റെ മൺഡേ വേറെ ആയിരിക്കും ഫസ്റ്റ് അവർ കൊടുക്കുക, ഓൾറെഡി കൊടുത്ത ആളിനെ വീണ്ടും എന്ത് ചെയ്യുക, റീ അസൈൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ബാക്ക് ട്രാക്കിംഗ് സെർച്ച് അൽഗോരിതം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇതില് ഒരു നമ്മുടെ ഓസ്ട്രിയയുടെ 5 കൺട്രീസുള്ള കാര്യം പറയുന്നത്. അപ്പൊ ആദ്യം റൂട്ട് നോഡ് ഇവിടെ റെഡ്, വെസ്റ്റേൺ ഓസ്ട്രേലിയക്ക് റെഡ്, ഗ്രീൻ, ബ്ലൂ കൊടുക്കാം. റെഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയക്ക് റെഡ് കൊടുത്തു, നോർത്തേൺ ടെറിട്ടറീസിക്ക് ഗ്രീൻ കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലൂ കൊടുക്കാം. നോർത്തേൺ ടെറിട്ടറീസ് ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് നിന്നൊക്കെ റിമൂവ് ചെയ്ത് കണ്ട റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീനും ബ്ലൂ വരാം. അയാൾ റെഡ് കൊടുത്തു. റെഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതെല്ലാം കട്ട് ചെയ്തു. ഇനി ഇയാൾ ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ബ്ലൂവിന്റെ ആവശ്യമുണ്ടോ? അല്ലെ. ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ വേണം വന്നിട്ടോ. പിന്നെ ഇതിന്റെ ഈ സംഭവം നോക്കേണ്ട ആവശ്യമില്ല. ഇനി നോർത്തേൺ ടെറിട്ടറീസ് ഗ്രീൻ കൊടുത്തു, വെസ്റ്റേൺ ടെറിട്ടറീസ് ക്യൂ എന്താണ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പോയിക്കൊണ്ടിരിക്കാം ബാക്ക് ട്രാക്കിംഗ് സെർച്ച്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് അറിയേണ്ടത് 3 വേരിയബിളാണ് നമ്മൾ നോക്കേണ്ടത്. 3 ക്വസ്റ്റ്യൻ. വെദർ ദിസ് സെലക്ട് അൺഅസൈൻഡ് വിച്ച് വേരിയബിൾ ഷുഡ് ബി അസൈൻ. ഇപ്പൊ നമ്മൾ ഒരു ടൈം ടേബിൾ ഇട്ടു, ഇട്ടില്ല മാഡത്തിന് പറയാം, അയ്യോ മാഡം ബുധനാഴ്ച 4th അവർ ഫ്രീ ആണ്, ആരെ കൊണ്ട് ഇടണമെന്നും അറിയില്ല, അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ടോട്ടൽ അക്കൗണ്ടിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ലൈബ്രറി അങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ ചില സമയത്ത് ലൈബ്രറി ഇടും, ചില സമയത്ത് PTP ഒക്കെ ഇടുക എന്തുകൊണ്ടാണ്. അത് മാഡത്തിന് ഇപ്പോൾ ഒരു ടീച്ചറിനെ ആഴ്ച 4 അവർ തരാൻ പറ്റുള്ളൂ, KTP പ്രകാരം, യൂണിവേഴ്സിറ്റി പ്രകാരം അത്ര പറഞ്ഞു. ഇനി അതിൽ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അത് ടൈം ടേബിൾ ചെക്ക് ചെയ്തപ്പെട്ടില്ലേ. അപ്പൊ എല്ലാ ടീച്ചേഴ്സിനും 4 പീരീഡ് ആഴ്ചയായി കഴിഞ്ഞ് ഈ ഒരു പീരീഡ് മാത്രം, ഈ ഒരു കോളം മാത്രം, അല്ലെങ്കിൽ ഒരു സെല്ല് മാത്രം ബ്ലാങ്ക് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ആർക്ക് ഞാൻ കൊടുക്കും? ഒന്ന് ലൈബ്രറി കൊടുക്കണോ, അല്ല വേറെ എന്തെങ്കിലും എനി അതർ ഇഷ്യൂസ്? അപ്പൊ അതൊരു ഇഷ്യൂ ആണ്. ഇനി ഓർഡർ ഡൊമൈൻസ്, ഈ വാട്ട് ഓർഡർ ഷുഡ് ബി വാല്യൂ. ഇപ്പോ സീനിയർ അങ്ങനെ പറയല്ലോ, നമ്മുടെ ഈ പറഞ്ഞ കുറെ സീനിയർ ഫാക്കൽറ്റീസ്, അപ്പൊ അവർ കഴിഞ്ഞിട്ടേ എനിക്ക്, ഞാൻ സീനിയർ ആണെന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ടീച്ചിങ് എക്സ്പീരിയൻസ് ഞാൻ സീനിയർ ആണെങ്കിൽ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ആരാണോ ആദ്യം ചോദിച്ചത് അവരായിരിക്കും ആദ്യം ഡൊമൈൻ ഓർഡർ ചെയ്യുക. പിന്നെ ഇൻഫ്ലുവൻസ് ഞാൻ പറഞ്ഞ വാട്ട് ഇൻഫ്ലുവൻസ് ഷുഡ് ബി പെർഫോം ആക്കി, ഓരോ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വാല്യൂ അയാൾക്ക് മറ്റേ ഇയാളെ ഞാൻ കൊടുത്തുകൊണ്ട് അയാൾക്ക് വേറെ ഏതെങ്കിലും ക്ലാസ് എന്താ പറയാ ഓൾറെഡി ടൈം അവർക്കൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇപ്പൊ ഈ മാഡത്തിന് ഇവിടെ കൊടുത്തു, CS കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആർക്കും കോൺഫ്ലിക്റ്റ് വരുന്നു. ആ സമയത്ത് വേറെ ഏതെങ്കിലും ഇലക്ട്രോണിക്സ് ആ സമയത്ത് എന്താ പറയാ അതേ ദിവസം അതേ അവറിൽ വേറെ അവിടെ ഉണ്ടല്ലോ മാഡം, പിന്നെ എന്തിനാണ് ഇവിടെ കൊടുത്തു, അവിടെ ഓൾറെഡി സെറ്റായി, ആ മാഡത്തിന് അവിടെ ഓക്കെ ആയി. പക്ഷെ ഞാൻ ഇവിടെ CS കൊണ്ടിട്ടു, ഇപ്പൊ പറയും മാഡം സാർ ഓൾറെഡി എനിക്ക് ഇലക്ട്രോണിക്സ് ഓക്കെ ആയിരുന്നു, പക്ഷെ ഇവിടെ ഇട്ടപ്പോൾ എനിക്ക് കോൺഫ്ലിക്റ്റ് ആയി, ഇൻഫ്ലുവൻസ് നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിവിടെ പറയുന്നത്. ഇനി വേരിയബിൾ ആൻഡ് വാല്യൂ ആക്കണം. അപ്പൊ ഇവിടെ 7 വേരിയബിൾ ആണ് അൺഅസൈൻഡ്, ആരെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, നെക്സ്റ്റ് അൺഅസൈൻഡ് വേരിയബിൾ. അപ്പൊ ഇതാണ് ബാക്ക് ട്രാക്കിംഗ് സെർച്ച്. ഇനി കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. മിനിമം റിമൈനിങ് വാല്യൂസ് ഉണ്ട്, ലീസ്റ്റ് സ്ട്രെങ്ത്. ഇവിടെ മിനിമം റിമൈനിങ് വാല്യൂസ് എന്നാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ മിനിമം റിമൈനിങ് വാല്യൂസ് ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം. നമ്മളിപ്പോ മിനിമം റിവൻ ഞാൻ ഇപ്പോൾ ഒരു റെഡ് കൊടുത്തു, എന്റെ നെയ്ബറിനെ റെഡ് കൊടുക്കാൻ പറ്റുമോ? ഇനി ബാക്കി ഉള്ളതിന് ആര് കൊടുക്കാം? നെയ്ബർ അല്ലാത്ത കൊടുക്കാമല്ലോ, അത്രേ ഉള്ളൂ. പക്ഷെ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം തന്നെ അറിയാം. ഞാൻ വേണമെങ്കിൽ ബ്ലൂ യൂസ് ചെയ്യാമല്ലോ. നമുക്ക് കാര്യം മനസ്സിലായി. നമ്മള് നോർത്ത് ഓസ്ട്രേലിയയും സൗത്ത് ഓസ്ട്രേലിയയും നോർത്ത് സൗത്ത് ടെറിട്ടറീസും കൊടുത്തപ്പോൾ എന്തായി? ഇപ്പൊ ഈ കേസിൽ പറഞ്ഞില്ലേ, സൗത്ത് ഓസ്ട്രേലിയക്ക് ബ്ലൂ വരാൻ കാരണം ഞാൻ വെസ്റ്റ് ഓസ്ട്രേലിയ ഞാൻ റെഡ് ചൂസ് ചെയ്തു, എന്റെ നെയ്ബർ NT കൊടുത്തു, NT ഗ്രീനും കൊടുത്തു. പിന്നെ അയാൾക്ക് വളരെ വഴിയില്ല, ഞാൻ ബ്ലൂ തന്നെ എടുക്കേണ്ടി വന്നു. അപ്പൊ അതാണ് എന്ത് മിനിമം ഇത്. പക്ഷെ ഇതിലൊരു ഡ്രോബാക്ക് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഡ്രോബാക്ക് പറയുന്നുണ്ട്. ആ ഡ്രോബാക്ക് ആണ് ഇവിടെ പറയുന്നത്.
If some value has no legal range, MRL and failure will be detected immediately. ഇപ്പോൾ സൗത്ത് ഓസ്ട്രേലിയ ബ്ലൂ എടുത്തു, ഇനി അതിന്റെ നെയ്ബേഴ്സ് 3-4 പേരുണ്ടാവും. അത് വെസ്റ്റ് ഓസ്ട്രേലിയയും നോർത്തേൺ ടെറിട്ടറീസിന്റെയും നെയ്ബർ ആയിരിക്കും. അപ്പോൾ അയാൾക്ക് റെഡും ചൂസ് ചെയ്യാൻ പറ്റില്ല, ഗ്രീനും ചൂസ് ചെയ്യാൻ പറ്റില്ല, ബ്ലൂവും ചൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആയ 3 കളറേ ഉള്ളൂ. 3 കളറല്ല വേറെ ഏതെങ്കിലും കളർ കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ വെച്ചിട്ട് ഈ ഫെയിൽ ഉണ്ടാവും. അതാണ് ഇവിടെ ഒരു ഡ്രോബാക്ക്. അതിനാണ് ഡിഗ്രി ഹ്യൂറിസ്റ്റിക്. ഒന്നുമില്ല, ഒരു ഗ്രാഫ് വരയ്ക്കുക, ഏത് നോഡിനാണോ ഹയസ്റ്റ് ഡിഗ്രി ഉള്ളത് നോക്കൂ, അതിനാദ്യം നമ്മൾ കളർ കൊടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് മിനിമം ഹ്യൂറിസ്റ്റിക് വാല്യൂ കണ്ടുപിടിച്ചു, പക്ഷെ അത് അയാൾക്ക് ബ്ലൂ ആണ് കൊടുക്കണമെങ്കിൽ എന്താ അറിയാം, ആദ്യം അവിടെ നെയ്ബേഴ്സിന് എന്താ കളർ കൊടുത്തറിയാം. പക്ഷെ ഇവിടെ അതിനേക്കാൾ നല്ല ഈ എല്ലാ നോഡിലും ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഇയാളാണ്. എന്താ 1, 2, 3, 4, 5. 5 കൂടുതൽ വേറെ ആയിരിക്കും. ഇയാൾക്ക് 2 ഉള്ളൂ, ഇയാൾക്ക് 3 ഉള്ളൂ, ഇയാൾക്ക് 3 ഉള്ളൂ, ഇയാൾക്ക് 3 ഉള്ളൂ, ഇയാൾക്ക് മാത്രം എത്രയാണ് 5. അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്തു, ആ കളറ് കൊടുക്കാം. ഓക്കെ, അത് റെഡോ ബ്ലൂ ആവട്ടെ, പക്ഷെ അത് നമ്മൾ കളർ കൊടുക്കേണ്ടത് ആർക്കാണ് എന്നാണ്. അതാണ് reduce the branching factor to by selecting that symbol. So SC is the vintage value of other values. So once choose apply the degree. അപ്പോൾ ഇവിടെ കളറ് ആ സമയത്ത് നമ്മൾ അത്രയൊന്നുമില്ല, കളർ ഏതാ കൊടുക്കുന്നത് മാത്രം ഡിസൈഡ് ചെയ്ത് പിന്നീടാണ് നമ്മൾ ഏത് നോഡിൽ ചൂസ് ചെയ്യുന്ന ലീസ്റ്റ് കൺസ്ട്രെയിൻ വാല്യൂ. ലീസ്റ്റ് കൺസ്ട്രെയിൻ വാല്യൂ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു വേരിയബിൾ നമ്മൾ ചൂസ് ചെയ്തു, അപ്പൊ അൽഗോരിതം പറയാണ് ഏത് വാല്യൂ നമ്മൾ ചൂസ് ചെയ്യണം. ലീസ്റ്റ് കൺസ്ട്രെയിൻ പ്രൊപ്പോസ് ദ വാല്യൂ ദാറ്റ് റൂൾസ് ഔട്ട് ദി ഫ്യൂവസ്റ്റ് ചോയ്സ് ഫോർ ദി നെയ്ബറിംഗ് വാല്യൂസ്. ഇപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ റെഡും ചൂസ് ചെയ്തു, ഇവിടെ ഗ്രീൻ ചൂസ് ചെയ്തു, ഇനിയിപ്പോ സൗത്തിലേക്ക് വേറെ ഒരു വഴിയില്ല, ഇതേ ചൂസ് ചെയ്യാൻ പറ്റും, ബ്ലൂ ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് ലീസ്റ്റ് കൺസ്ട്രെയിൻ, വളരെ ചുരുങ്ങിയ വാല്യൂസ്. ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പോ ഉദാഹരണത്തിന് നമ്മൾ എന്താ പറയാ, ഇയാൾക്ക് ഇപ്പൊ റെഡ് ചൂസ് ചെയ്തു, അപ്പൊ ഇയാൾക്ക് ഇന്നിപ്പോ ഗ്രീനും ബ്ലൂവും പോയി അല്ലെ, ഇവർ രണ്ടുപേർക്കും ഗ്രീൻ ഉണ്ട്. പക്ഷെ ഇയാൾ നെയ്ബർ ഇപ്പൊ എന്താ പറയാ, ഉദാഹരണത്തിന് ഇപ്പൊ ഇയാള് റെഡ് ചൂസ് ചെയ്തോണ്ട് ഇയാൾക്ക് നീ റെഡ് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇയാൾക്ക് റെഡ് ചൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്തായി, ഈ നോർത്തേൺ ടെറിട്ടറിക്ക് സൗത്ത് ഓസ്ട്രേലിയക്കും എന്തായി, ഗ്രീനും ബ്ലൂവേ വരൂ. പക്ഷെ ഈ നോർത്ത് ആൻഡ് സൗത്ത് ബേസിൽ എത്ര കളർ വരാം? RGB വരാം. കാരണം ഇവിടെ അസൈൻ ചെയ്തിട്ടില്ലേ പറ്റുന്നു. ഇപ്പൊ റെഡ് നമ്മൾ അസൈൻ ചെയ്തിട്ടു. അപ്പൊ ഇതില് ലീസ്റ്റ് കൺസ്ട്രെയിൻ വേണ്ടി ഇപ്പൊ നോർത്തേൺ ടെറിട്ടറീസിൽ എത്ര ഉണ്ട്? 2 സെറ്റ് ഉണ്ട്, 2 വാല്യൂ ഉള്ളത്. പക്ഷെ ഇയാൾക്ക് 3 വാല്യൂ. അപ്പൊ ഏറ്റവും ചുരുങ്ങി ആരാണ്? ഇയാൾ. അപ്പൊ ഇയാളെയാണ് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇവിടെ പോയിട്ട് ഇയാൾക്ക് ഇട്ട് കൊടുക്കാം, ഇയാൾക്ക് ഇട്ട് കൊടുക്കാം, അങ്ങനെയല്ല. അതാണ് നമ്മുടെ മാപ്പ് കളറിങ് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടാണ് ഓരോ ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം, എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് പറയുന്നത്. കളർ വി ഹാവ് ജനറേറ്റഡ് WA റെഡ് കൊടുത്തുകൊണ്ട് NT ഗ്രീൻ കൊടുത്തുകൊണ്ട് പിന്നെ നെക്സ്റ്റ് ചോയ്സ് എന്തായിരിക്കും? Q. എന്നിട്ട് നമുക്ക് Qന്, കാരണം ക്യൂൻസ്ലാൻഡിന് നമുക്ക് റെഡോ ഗ്രീനോ വേണേൽ നമുക്ക് കൊടുക്കാം, എന്താണ് കുഴപ്പം. പക്ഷെ ഇവിടെ റെഡും കൊടുത്തു ഗ്രീൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദ ഓൺലി ചോയ്സസ് എന്നാണ് ക്യൂൻസ്ലാൻഡ്. പക്ഷെ ബ്ലൂ വുഡ് ബി എ ബാഡ് ചോയ്സ്, കാരണം ബ്ലൂ ഓൾറെഡി ഇവിടെ കൊടുത്തു. പ്ലീസ് കൺസ്ട്രെയിൻ ദർഫോർ പ്രൊപ്പോസ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഞാനിപ്പോ റെഡ് കൊടുത്തു, അപ്പൊ ഇവിടെ ഗ്രീൻ കൊടുത്തുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ റെഡ് കൊടുക്കാൻ വിചാരിച്ചു, അല്ല ഇവിടെ നമുക്ക് ബ്ലൂ കൊടുക്കാൻ വിചാരിച്ചു. പക്ഷെ ഓൾറെഡി ഇയാൾ ബ്ലൂ ചൂസ് ചെയ്തിട്ടുണ്ട്, കാരണം വേറെ ഒരു വഴിയില്ല. ഇപ്പൊ റെഡ് ഇവിടെ എന്തായാലും കൊടുക്കാൻ പറ്റില്ല, ഗ്രീനും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഇയാൾക്ക് റെഡ് കൊടുത്തു വിചാരിച്ചാ അല്ല, ഇയാൾക്ക് ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇയാൾക്ക് റെഡ് കൊടുക്കാൻ പറ്റുമോ? ഇയാൾ ഗ്രീൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു, ഇയാളെ റെഡിന് മാറ്റിട്ട് എന്ത് ചെയ്തു, അല്ല ബ്ലൂവിന് മാറ്റിയിട്ട് എന്ത് റെഡ് ചെയ്തു. കാരണം ഇയാൾക്ക് ഏത് കളർ വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇതെന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ആദ്യം അതാ പറയുന്ന ലീസ്റ്റ് കൺസ്ട്രെയിൻസ് പ്രിഫേഴ്സ് റെഡ് ടു ബ്ലൂ. ഞാൻ ഇവിടെ ക്യൂൻസ് തന്നെ ബ്ലൂ ആണ് കൊടുത്തത്, റെഡ് കൊടുത്തു, ഗ്രീൻ കൊടുത്തു. അപ്പൊ അടുത്ത ഏതായിരിക്കും? നമ്മൾ ഇങ്ങനെയാണ് പോകണം, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അല്ലെ. 6 ഗ്രീന് പിന്നെ ബ്ലൂ കൊടുത്തു. പക്ഷെ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സൗത്ത് ഓസ്ട്രേലിയ കൊടുത്തു, അയാൾക്ക് റെഡും കൊടുക്കാൻ പറ്റില്ല, ഗ്രീനും കൊടുക്കാൻ പറ്റില്ല, ബ്ലൂവും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇഷ്യൂ ആവും. അപ്പൊ എന്ത് ചെയ്യും, ഞാൻ ബ്ലൂ വെച്ചിട്ട് റെഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഓട്ടോമാറ്റിക്കലി ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആർക്കും ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല. അതാണ് എന്ത് ചെയ്യുന്നത്,
ലിസ്റ്റ് കൺസ്ട്രെയിന്റ് സൊല്യൂഷൻസ്. ഇനി ഇന്റർലീവിങ് സെർച്ച്. അപ്പൊ നമ്മളിങ്ങനെ ഇൻഫ്ലുവൻസ് കൊടുത്തു കഴിഞ്ഞാൽ പവർഫുൾ ആയി കഴിഞ്ഞാൽ ഓരോ സെർച്ച് ആയിട്ട് ഓരോ ലീവ്സ് ആയിട്ട് പോവാം. ഇനി നമ്മൾ ഫോർവേഡിങ് ചെക്കിങ്. ഫോർവേഡ് ചെക്കിങ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ്. ഇനി എൻ്റെ അടുത്തുള്ള നോഡ് നോക്കും, അയാളും ഞാനുമായിട്ട് വല്ല ഇൻകൺസിസ്റ്റൻസി ആണ് നോക്കും. അല്ല, കുഴപ്പമില്ല, അപ്പോൾ ഓക്കെ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓക്കെ ഫോർവേഡ് ചെക്ക് ചെയ്യാം. നമ്മൾ മറ്റേ പ്രോബ്ലത്തിലേക്ക് വന്നില്ലേ, വേരിയബിൾ സെക്സ് ഇസ് അസൈൻ ഫോർവേഡ് ചെക്കിംഗ് പ്രോസസ്. അപ്പോൾ അതാണ് ആർ കൺസിസ്റ്റൻസി. മനസ്സിലായോ? അപ്പൊ ഞാനും എൻ്റെ നെയ്ബർ നോക്കും, എൻ്റെ അതേ കളർ ആണെങ്കിൽ അവിടുന്ന് അയാളിനെ റിമൂവ് ചെയ്യും, ആ ഡൊമൈനിൽ നിന്ന് ഈ എൻ്റെ കളർ റിമൂവ് ചെയ്യും, ഞാൻ ചൂസ് ചെയ്ത കളർ റിമൂവ് ചെയ്യും, അയാൾ വേറെ ഏതെങ്കിലും കളർ ചൂസ് ചെയ്യാം. അങ്ങനെ ഫോർവേഡ് ചെയ്ത് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ പറയുന്നുണ്ട് ഇനീഷ്യലി 5 കൺട്രീസ് ഉണ്ട്. 5 കൺട്രീസിനും ഈ 3 ഡൊമൈൻസ് കയ്യിലുണ്ട്. ഞാൻ വെസ്റ്റേൺ ഹൗസിലേക്ക് റെഡ് ചൂസ് ചെയ്തു. റെഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ നെയ്ബേഴ്സ് ആയിരിക്കുന്നത് NT ഉണ്ട്, ക്യൂൻസ്ലാൻഡ് ഇല്ല, നോർത്ത് സൗത്ത് വേസ് റെഡ് ഉപയോഗിക്കാം അല്ലേ? അല്ല, NTയും പിന്നെ ആരാണ്? സൗത്ത് ഓസ്ട്രേലിയ. സോറി, Wക്ക് 2 ഉള്ളൂ അല്ലേ? സൗത്ത് ഓസ്ട്രേലിയ. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യുക? റെഡിൽ നിന്നൊന്നും ഇല്ല. കാണാം, ഇവിടെ റെഡ് ഉണ്ടോ? ഇവിടെ റെഡ് ഉണ്ടോ? അയാൾ റെഡിന് ചൂസ് ചെയ്തു. പിന്നെ ഈ കോളെ നോക്കുക വേണ്ട. ഇനി നോർത്തേൺ ടെറിട്ടറീസ് നോക്കുക, അയാൾ ഗ്രീനിന് ചൂസ് ചെയ്തു. അയാളുടെ ഗ്രീൻ ചൂസ് ചെയ്തു. അല്ല, ഗ്രീൻ അല്ല, നോർത്തേൺ ടെറിട്ടറീസിൽ ഗ്രീന് ചൂസ് ചെയ്തു. അപ്പോൾ ഗ്രീൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രീൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോർത്തേൺ ടെറിട്ടറീസിൽ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് റെഡിനെ റിമൂവ് ചെയ്തില്ലേ? അപ്പോൾ അയാള് നോർത്തേൺ ടെറിട്ടറീസിന്റെ തൊട്ടടുത്ത് ആര് കിടക്കുന്ന? സൗത്ത് ഓസ്ട്രേലിയ. അപ്പൊ അയാളിനെ ഗ്രീനിനെ റിമൂവ് ചെയ്യണം. അയാളുടെ അടുത്ത ആരെങ്കിലുണ്ടോ? വെസ്റ്റേൺ ഓസ്ട്രേലിയയും ഗ്രാഫ് ഒന്ന് നോക്കിയാൽ മതി. വെസ്റ്റേൺ ഓസ്ട്രേലിയയും സൗത്ത് ഓസ്ട്രേലിയയും മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീന് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കണ്ട, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗ്രീൻ മാത്രമേ ഉള്ളൂ. പിന്നെ ആഫ്റ്റർ ക്യൂ ഇസ് ഗ്രീൻ എന്താവും? പിന്നെ നോർത്തേൺ ടെറിട്ടറീസ് ആഫ്റ്റർ ക്യൂ ആണ്, ക്യൂൻസ്ലാൻഡ് ആണ് ഗ്രീൻ ചൂസ് ചെയ്തത്. അപ്പോൾ ഇയാള് ക്യൂൺ റിമൂവ് ചെയ്തു, ഇവിടുന്ന് ക്യൂൺ റിമൂവ് ചെയ്തു. പിന്നെ അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ആരാ? നോർത്ത് സൗത്ത് വെസ്റ്റ് റിമൂവ് ചെയ്തു. അവസാനം വിക്ടോറിയ ബ്ലൂ ചൂസ് ചെയ്തപ്പോൾ ആഫ്റ്റർ വി ഈക്വൽ ബ്ലൂ എന്തായി? വി ഈക്വൽ ടു ബ്ലൂ ചൂസ് ചെയ്തപ്പോൾ ഇവിടുന്ന് ബ്ലൂവിനെ റിമൂവ് ചെയ്തു. അതാണ് പറയുന്നത് കേട്ടോ. W റെഡ് ഇസ് അസൈൻ ഫസ്റ്റ്, ദെൻ ഫോർവേഡ് ചെക്ക് ദെർ ഈസ് റെഡ് ഫ്രം ദി നെയ്ബറിംഗ്. കണ്ട, NTനെയും സൗത്ത് ഓസ്ട്രേലിയയും റിമൂവ് ചെയ്തു. കണ്ട, ഇനി ആഫ്റ്റർ ക്യൂ ഇസ് ഗ്രീൻ, ക്യൂസ് തന്നെ ഗ്രീൻ ചൂസ് ചെയ്തു. ഗ്രീൻ അസൈൻ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ടടുത്ത് കേൾക്കുന്ന ആരാണ്? NT. അതാണ് നോർത്തേൺ ടെറിട്ടറീസ് ഗ്രീൻ റിമൂവ് ചെയ്തു, സൗത്ത് ഓസ്ട്രേലിയയിൽ ഗ്രീൻ റിമൂവ് ചെയ്തു, നോർത്തേൺ സൗത്ത് വെസ്റ്റിന് ഗ്രീൻ റിമൂവ് ചെയ്തു. ബീന് ബ്ലൂ കൊടുത്തു. വിക്ടോറിയക്ക് ജസ്റ്റ് ഒന്ന് റാൻഡം ചെയ്യാം. വിക്ടോറിയക്ക് ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്ലൂ ഇസ് ഡിലീറ്റ് ഫ്രം നോർത്ത് സൗത്ത്. കണ്ട, സൗത്ത് വെസ്റ്റിന് ബ്ലൂ റിമൂവ് ചെയ്തു, പിന്നെ അതുപോലെ സൗത്ത് ഓസ്ട്രേലിയനും റിമൂവ് ചെയ്തു. അപ്പൊ അവസാനം എന്തായി? അവസാനം സൗത്ത് ഓസ്ട്രേലിയക്ക് കൊടുക്കാൻ കളറില്ല. അപ്പൊ ഏതിന്റെയാണ് നമ്മൾ ഫോർവേഡ് ചെക്കിങ്. അപ്പൊ നമ്മൾ എന്തിനു കൊടുത്തേക്ക് ഈ അസൈൻമെന്റ് ഒന്നും കൂടി മാറ്റണം. തെറ്റാണ്, Wക്ക് റെഡ് കൊടുക്കാൻ പാടില്ല, ഗ്രീൻ ആണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് കാര്യം മനസ്സിലായി. കാരണം ഈ ഒരു ബ്ലാങ്ക് വരാൻ പാടില്ല. കാരണം അയാൾക്ക് എന്തെങ്കിലും കളർ കൊടുക്കണം, അല്ലാണ്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇല്ലാതെ പറയില്ലല്ലോ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് കട. There are 2 important points. W equal red, Q is assigned, then domains of red is to single value, we can end it, and second one B equal to domain കട. സൗത്ത് ഓസ്ട്രേലിയക്ക് ഒരു ഡൊമൈൻ ഇല്ല, ഒരു കളർ. ഫോർവേഡ് ചെക്കിംഗ് പാർഷ്യൽ അസൈൻമെന്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത്. അപ്പോൾ നമ്മൾ പാർഷ്യൽ ആയിട്ട് ചെയ്തിട്ടുള്ളൂ, 2.5 ചെയ്തിട്ടുള്ളൂ, 2 കളർ കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേ തന്നെ സൗത്ത് ഓസ്ട്രേലിയക്ക് കളർ ഇല്ലാതായി. അപ്പൊ എന്തായി? ബാക്ക് ട്രാക്ക് ചെയ്യണം. എന്തിനാണ് ഫോർവേഡ് ചെക്കിങ്? എന്തിനു പറഞ്ഞാൽ ബാക്ക് ട്രാക്കിങ് എപ്പോഴാണ് എന്താ പറയാ, എപ്പോഴാണ് പർപ്പസ്, അതിന്റെ പർപ്പസ് എപ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഫോർവേഡ് ചെക്കിങ്. അതിന് അഡ്വാൻറ്റേജ് വളരെ സെർച്ച് വളരെ വളരെ എഫക്റ്റീവ് ആണ്. ഇത് കൺഫേം ദി MRV കൂടി ഒപ്പം നോക്കുകയാണെങ്കിൽ മിനിമം ഹ്യൂറിസ്റ്റിക് മിനിമം എന്താണ്
MRV നമ്മൾ ചെക്ക് ചെയ്തിരിപ്പോ, MRV വാല്യൂ മിനിമം റിമൈനിങ് വാല്യൂസ് അല്ലെ. അത് ബാക്കിയുള്ള റെഡും ഗ്രീനും നോക്കി ബാക്കി സൗത്ത് ബ്ലൂ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് ഫോർവേഡ് ചെക്കിംഗ് നോക്കുമ്പോൾ ഇതാണ് ബെസ്റ്റ്. ഓക്കെ, ഡ്രോബാക്ക് ഫോർവേഡ് ചെക്കിംഗ് ഓൺലി മേക്സ് ദ കറണ്ട്. ഇപ്പൊ ദൂരെയുള്ള ആളിലെ ഇപ്പൊ ഞാനിപ്പോ 44 പേരുണ്ട്, ഞാനും ഇയാളും വേറൊരു കളർ ചൂസ് ചെയ്തു. പക്ഷെ അപ്പുറത്തുള്ള ആള് റെഡ് ചൂസ് ചെയ്ത് നമുക്കിപ്പോ അറിയാൻ പറ്റില്ല. അതാണ് എന്താ പറയാ ഫോർ സൈറ്റ്നസ്, ഫാർ സൈറ്റ്നസ്, ത്രികാലദർശി എന്ന് പറയും. നമുക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാ വേരിയബിൾസും കോൺസ്റ്റന്റ് ആക്കണം, പക്ഷെ അതിന് ഫോർവേഡ് ചെക്കിംഗ് കൊണ്ട് നടക്കില്ല എന്നാണ് പറയാം. പിന്നെ അടുത്താണ് നമ്മള് MAC, മെയിനിങ് ആർ കൺസിസ്റ്റൻസി അൽഗോരിതം. അപ്പോൾ അതൊരു ആർ കൺസിസ്റ്റൻസി ആർക്കിനെ രണ്ട് നോഡ് എടുക്കുന്നു, ആ രണ്ട് നോഡിനും കൺസിസ്റ്റൻസി ആക്കാനുള്ള ഒരു അൽഗോരിതമാണ് മോർ പവർഫുൾ ദാൻ ഫോർവേഡ് ചെക്കിംഗ്. നമ്മൾ മുമ്പ് ഫോർവേഡ് ചെക്കിംഗ് പഠിച്ചിട്ട് അപ്പോൾ ഇത് വേഗം പെട്ടെന്ന് ഇൻകൺസിസ്റ്റൻസി ഡിറ്റക്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു പേരുള്ള എക്സൈൻ പിന്നെ റെഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ ഈ സെപ്പറേറ്റ് വെച്ചിട്ട്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ക്യൂ എല്ലാത്തിനും ക്യൂവിലേക്ക് ആഡ് ചെയ്യുന്നേക്കാൾ നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, ഞാനും എൻ്റെ നെയ്ബറും വെച്ചിട്ട് ഒരു ആപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള അൺഅസൈൻഡ് വേരിയബിൾസ് ഉണ്ടാവുമല്ലോ, എൻ്റെ നെയ്ബേഴ്സ് ഉണ്ടാവും, അവൻ്റെ നെയ്ബേഴ്സ് ഉണ്ടാവും. അത് വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, empty സെറ്റ് ആയിരുന്നോ, ആരെങ്കിലും empty സെറ്റ് ഉണ്ടോ, അപ്പൊ AC3 കോളം പിന്നെ നമുക്ക് മനസ്സിലാവും ബാക്ക് ട്രാക്കിംഗ് ആവശ്യമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു അയാളുടെ നെയ്ബറിൽ ആരെങ്കിലും ഒരാള് എന്താ ചെയ്യും, കളർ ഇല്ലാതാവും, അയാളുടെ സെറ്റ് empty ആവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ ക്രോണോളജിക്കൽ ബാക്ക് ട്രാക്കിംഗ്. ക്രോണോളജിക്കൽ ട്രാക്കിംഗ് പിന്നെ ബ്രാഞ്ച് ഓഫ് സെർച്ച് ഫീൽഡ്സ്, അതായത് ആൽഫബറ്റിക് ഓർഡറിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ മോസ്റ്റ് റീസെന്റ് ഡിസിഷൻ റീസെറ്റ്. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പേര് വന്നു, നമ്മളിങ്ങനെ ബാക്ക് ട്രാക്കിംഗ് ചെയ്ത് എവിടെയെങ്കിലും പോയിന്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ റീസെന്റ്, ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണം നമ്മളിപ്പോ ഇങ്ങനെ കുറെ ബ്രാഞ്ച് വരച്ചു, ഇവിടെയും കുറെ ബ്രാഞ്ച് വരച്ചു, ഇവിടെ വെച്ചിട്ട് ഒരു ഫെയിലിയർ ആയി, അതായത് ഇവിടെ empty ആയി. അതിനർത്ഥം എവിടെയാണ് ഇപ്പൊ റീസെന്റ് മാറ്റിയത് അവിടെ ഒന്ന് മാറ്റണം. അങ്ങനെ മാറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ empty ചിലപ്പോൾ വരില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇവിടെ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് മനസ്സിലായി. അതാണ് എന്ത് ക്രോണോളജിക്കൽ ബാക്ക് ട്രാക്കിംഗ്. അത്രേ ഉള്ളൂ. അത് വലിയ കാര്യത്തിൽ ഇതൊന്നും എക്സാം ഓറിയന്റഡ് അല്ല, അതുകൊണ്ട് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. എന്താ പറയുന്നത്, വി ഫിക്സ്ഡ് വേരിയബിൾ ഓർഡറിംഗ് ക്യൂ കാണാം. ക്യൂ സ്റ്റാൻഡും ഇപ്പൊ നമുക്ക് ക്യൂ സ്റ്റാൻഡിനും വിക്ടോറിയക്കും ഒരു കളർ കൊടുത്തിട്ട്, കാരണം RGB ആണല്ലോ, ഇത് ആറും ഇയാളുടെ നെയ്ബർ അല്ല, അത് ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തു. generate partial assignment Q red purple. Then we try the next variable, the South Australia. അപ്പോൾ സൗത്ത് ഓസ്ട്രേലിയ നമ്മൾ നോക്കുമ്പോൾ ഇയാളുടെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്, വിക്ടോറിയ ഉണ്ട് അല്ലെ, റെഡും ഗ്രീനും ബ്ലൂവും പോയി. ഇനി സൗത്ത് ഓസ്ട്രേലിയക്ക് കളർ കൊടുക്കാനുണ്ടോ, സെറ്റ് empty ആയി. സോ വി ബാക്കപ്പ്. അപ്പോൾ വി സീ ദാറ്റ് എവരി വാല്യൂ വാല്യൂസ്. സൗത്ത് ഓസ്ട്രേലിയക്ക് വാല്യൂസ് കൊടുക്കാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടീയിലേക്ക്, ടീ കഴിഞ്ഞാൽ ഇവിടെ വന്നു ട്രൈ എന്നീ കളർ, ടസ്മാനിക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. ഇത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പോഴും ഇതൊരു എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ക്യൂ സ്റ്റാൻഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രീൻ കൊടുക്കാം, ഇവിടെ റെഡും കൊടുക്കാം, ഇവിടെ ബ്ലൂവും കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം സോൾവ് ആവുക എന്ന് പറയുന്നു. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി സൊല്യൂഷൻ ഒക്കെ പറഞ്ഞു, പറയുക ജസ്റ്റ് ഒരു. ഇനി അപ്പോൾ ബാക്ക് ട്രാക്ക് വേരിയബിൾ റെസ്പോൺസും അടാ ഇൻ കേസ് നോക്കൂ. അപ്പൊ സൗത്ത് ഓസ്ട്രേലിയക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നും. അപ്പോൾ ഇവിടെ നിന്ന് ക്യൂവിന് റെഡ് കൊടുക്കുക, ക്യൂസിനെ റെഡ് കൊടുത്തപ്പോ ക്യൂസിനെ റെഡും NSW നോർത്ത് സൗത്ത് വെയിൽസിനെ എന്ത് ചെയ്തു, ഗ്രീനും ആക്കി. ഗ്രീൻ ആയിരുന്നല്ലോ അല്ലെ, ഗ്രീനും ഈ കേസിലായിരുന്നു കോൺഫ്ലിക്റ്റ് വന്നത്. സൗത്ത് ഓസ്ട്രേലിയക്ക് കൊടുക്കാൻ കളറൊന്നുമില്ല. അപ്പൊ ബാക്ക് ജെൻ മെത്തേഡ് ബാക്ക് ട്രാക്സ് ദ മോസ്റ്റ് റീസെന്റ്. ഇപ്പൊ ലാസ്റ്റ്ലി ആരെ അസൈൻമെന്റ് ചെയ്ത്, ലാസ്റ്റ് ടി വേണ്ട, ടീക്കാണ് റെഡ്, പിന്നീടാണ് ടീ റെഡ് ആക്കിയപ്പോഴാണ് എന്തായത്, ഇവിടെയാണ് ലാസ്റ്റ് അസൈൻമെന്റ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞപ്പോഴാണ് എന്ത് സൗത്ത് ഓസ്ട്രേലിയക്ക് എന്തായി വയലറ്റ് ആയത് അർത്ഥം. അപ്പൊ ടീക്കാണ് എന്ത് വാല്യൂ മാറ്റിക്കണം, ജമ്പ് ഓവർ ടാസ്മാനിയ. മനസ്സിലായോ, അതാണ് എന്ത് ക്രോണോളജിക്കൽ ബാക്ക് ട്രാക്കിംഗ്.
ഈ ഇന്റലിജന്റ് ബാക്ക് ട്രാക്ക് കഴിഞ്ഞാൽ ലുക്കിംഗ് ബാക്ക്വേർഡ്. നിങ്ങൾ ഫോർവേഡ് ചെക്ക് നമ്മൾ ചെക്ക് ചെയ്തല്ലോ, ഇതില് ഫോർവേഡ് ചെക്ക് ചെയ്ത് നോക്കുക, ബാക്ക് ലുക്കിംഗ് ബാക്ക്വേർഡ് തിരിഞ്ഞു നോക്കുക. ഈ ലാസ്റ്റ് വാല്യൂ ഇസ് ഡിലീറ്റഡ് ബൈ ബൈസ് അസൈൻമെന്റ് added to complex. Then we get to where every branch prone by back jumping is prone by forward jumping. Here simple back jumping is written in forward. ഇത് അത്ര വലിയ കാര്യമൊന്നുമില്ല. അസൈൻമെന്റ്സ് കോൺഫ്ലിക്റ്റിൽ എന്തെങ്കിലും ഉള്ള അസൈൻമെന്റ്സ് എന്ത് ചെയ്യുക, വേറെ സെറ്റിലേക്ക് ആഡ് ചെയ്യുക, എക്സിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ ഇതിൽ നമ്മൾ ആരൊക്കെയാണ് കോൺഫ്ലിക്റ്റ് വന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എക്സും വൈയും സെയിം വാല്യൂ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. ബാക്കി യൂണിക് വാല്യൂസിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. അതാണ് പറയുന്നത്. ഫോർവേഡ് തിങ്കിങ് ബേസ്ഡ് ഓൺ അസൈൻമെന്റ് എക്സ് ഡിലീറ്റ്സ് എ വാല്യൂ ഫ്രം വൈസ് ഡൊമൈൻ. വൈസ് ഡൊമൈൻസിനും ഈ എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ എക്സിന് എന്ത് ചെയ്യാം, ഈ സ്മോൾ എന്ന എക്സ് വാല്യൂന് എക്സിലേക്ക് വൈയുടെ കോൺഫ്ലിക്റ്റ് സെറ്റിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ എന്താവും, കോൺഫ്ലിക്റ്റ് ആവുന്ന സെറ്റ് ഏതൊക്കെയാ നോക്കുക. അതാണ് അവർ പറയുന്നത് ഇന്റലിജന്റ് നോക്കുക. ഞാൻ ഇപ്പോൾ റെഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കോൺഫ്ലിക്റ്റ് വരാമെന്ന് ഏതാണ്, റെഡാണ്. കാരണം ഞാൻ റെഡ് ചൂസ് ചെയ്തു, കാര്യം റെഡ് ചെയ്തേ, അത്രേ ഉള്ളൂ. ബാക്ക് ജമ്പിങ് നോട്ടീസസ് ഫെയിലിയർ വെൻ വേരിയബിൾ ഡൊമൈൻ ബിക്കംസ്. ഇനി ഇത് എപ്പോഴാണ് ഫെയിലിയർ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നോഡിനെ കളറൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഫെയിലിയർ കാണിക്കുന്നത്. കോൺഫ്ലിക്റ്റ് ഡയറക്റ്റ് ബാക്ക് ജമ്പിങ്. ഇവിടെ എന്താ പറഞ്ഞാൽ ഇപ്പൊ ഒരു പാർഷ്യൽ അസൈൻമെന്റ്, ഇപ്പൊ വെസ്റ്റേൺ ഓസ്ട്രേലിയക്ക് റെഡ് കൊടുത്തിട്ടുണ്ട്, നോർത്തും സൗത്ത് ഓസ്ട്രേലിയക്കും റെഡ് കൊടുത്തിട്ടുണ്ട്. ട്രൈ ട്രാൻസ്പെറൻസിക്ക് റെഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന അവസ്ഥ, ഇനി നമ്മൾ അടുത്തത് ഇയാളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഹ്യൂൺസ്റ്റൈൻ്റെ ദെൻ അസൈൻ എംപ്റ്റി. ഹ്യൂൺസ്റ്റൈൻ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടോ, ഇല്ല. വെസ്റ്റേൺ ഓസ്ട്രേലിയക്കും നോർത്ത് ഓസ്ട്രേലിയക്കും റെഡ് കൊടുത്തിട്ടുണ്ട്. റെഡാണ് നമ്മൾ ആദ്യം കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് എംറ്റിക്കും ഹ്യൂൺസ്റ്റൈനും വിക്ടോറിയക്കും സൗത്ത് ഓസ്ട്രേലിയക്കും. നോ ഓസ്ട്രേലിയൻ ക്യാൻ വർക്ക് ഫോർ ദിസ് ലാസ്റ്റ് പീരിയഡ്സ്. ഇതുവരെ നമുക്ക് ഈ 1, 2, 3, 4 ഈ 4 പേർക്കും വർക്ക് കൊടുത്തില്ല, റെഡാണ് കൊടുത്തില്ല. ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ നോക്കൂ, റൺ ഔട്ട് ഓഫ് വാല്യൂ പ്രയറ്റ് എംറ്റി. ഇനി നമുക്ക് എംറ്റിക്ക് വാല്യൂ കൊടുക്കാനൊന്നുമില്ല. സിമ്പിൾ ബാങ്കിങ് കനോട്ട് വർക്ക് ബിക്കോസ് എംറ്റി ഡസ് നോട്ട് ഹാവ് എ കംപ്ലീറ്റ് സെറ്റപ്പ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇപ്പൊ റെഡ് കൊടുത്തു. ഇനിയുള്ളത് കയ്യിൽ എന്താണ്, ഇയാളുടെ എന്താ പറയാ നെയ്ബേഴ്സ്. ഹ്യൂൺസ്റ്റൈനും ഇയാളും നെയ്ബേഴ്സ് ആണ്. അപ്പൊ ഇവിടെ റെഡ് കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് എന്താണ് ഗ്രീൻ കൊടുക്കാൻ പറ്റുമോ, അല്ല. റെഡ് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ബ്ലൂ കൊടുക്കാം. കാരണം ഇവിടെ ഗ്രീൻ കൊടുത്തു, കാരണം ഇവിടെ നമ്മൾ ഇവിടെ ഓൾറെഡി ബ്ലൂ കൊടുത്തു, ഇവിടെയും ബ്ലൂ കൊടുത്തു. അപ്പൊ നമുക്ക് ഇനി നോർത്തേൺ ടെറിട്ടറിക്ക് റെഡും കൊടുക്കാൻ പറ്റില്ല, ബ്ലൂവും കൊടുക്കാൻ പറ്റില്ല, ഗ്രീനും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ്, കംപ്ലീറ്റ് കോൺഫ്ലിക്റ്റ് ആയിട്ടാണ്. നോർത്തേൺ ടെറിട്ടറിക്ക് ഒരു എംപ്റ്റി സെറ്റായി മാറി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സെറ്റ് വെസ്റ്റ് ഓസ്ട്രേലിയ ഏതാണ്, പിന്നെ നോർത്ത് സദേൺ ഏതാണ്, നോർത്ത് സദേൺ ഈ ഡീപ് നോഷൻ. അപ്പൊ ഇയാള് കാരണമാണ്, ഇത് രണ്ടുപേര് കാരണമാണ്. കാരണം ഇയാൾക്ക് ഇപ്പൊ ഒരു ഗ്രീൻ കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ബ്ലൂ കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇയാൾക്കൊരു അല്ലെ, ഇയാള് കാരണമാണ് ഇയാൾക്കൊരു കളർ കൊടുക്കാൻ, അല്ലെ. നോർത്ത് സൗത്ത് വെൽസിന് റെഡ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ബ്ലൂവും ഗ്രീനും ആയത്. നേരെ മറിച്ച് ഇയാൾക്കൊരു ഗ്രീൻ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഗ്രീൻ കൊടുത്തായിരുന്നു, കാരണം എന്തായാലും ഇവിടെ ബ്ലൂ വരും, ഇവിടെ വേറെ റെഡ് വരും. അപ്പൊ സുഖമായിട്ട് ഇവിടെ ഗ്രീൻ കൊടുക്കാം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നോർത്തേൺ ടെറിട്ടറിക്ക് കളർ കൊടുക്കാനായി. നമുക്ക് അങ്ങനെ പല പല വഴികളുണ്ടല്ലോ. അപ്പോൾ ബാക്ക് ക്യാൻ ബി അൺഗുഡ് ദാറ്റ് യൂസസ് കംപ്ലീറ്റ് സെറ്റ് ഡിഫൈൻ ദിസ് വേ. അപ്പൊ നോക്കും, നോർത്തേൺ ടെറിട്ടറിക്ക് വഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും ബാക്ക് ചെയ്യും. ആരെയാണ് മാറ്റേണ്ടത്? സോ സിമ്പിൾ ബാക്ക് ജമ്പ് ചെയ്യാൻ വർക്ക് ബിക്കോസ് എംറ്റി ഡസ് നോട്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇതിനെ empty to with any subsequent when they have no bus. So the algorithm should backtrack. അപ്പോൾ കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് വേഗം തന്നെ കോൺഫ്ലിക്റ്റ് വന്നു. അപ്പൊ ഞാൻ റെഡ് കളർ ചൂസ് ചെയ്തു, അയാളും റെഡ് കളർ ചൂസ് ചെയ്യുകയാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ആയി. ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യുക, ഞാൻ ഗ്രീൻ ആക്കുക, അത്രേ വഴിയുള്ളൂ. അല്ലെങ്കിൽ അയാൾ ഗ്രീൻ ആക്കുക. അപ്പൊ വേഗം ബാക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഹൗ ടു കമ്പ്യൂട്ടർ, ഇതെങ്ങനെയാണ്
കോൺഫ്ലിക്റ്റ് എങ്ങനെയായി അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് എങ്ങനെ വരുന്നു അറിയാൻ വേണ്ടിയാണ്. ഇപ്പൊ ഡൊമൈൻ എം ടി, അതായത് എനിക്ക് കളർ എടുക്കാൻ ചാൻസ് ഒന്നുമില്ല, അതിനർത്ഥം എന്താ? ഫെയിലിയർ ഓഫ് കോഴ്സ്. ദാറ്റ് മീൻസ് എനിക്ക് കോൺഫ്ലിക്റ്റ് സെറ്റ് ആണ്. അതായത് എനിക്ക് റെഡും ചൂസ് ചെയ്യാൻ പറ്റില്ല, ഗ്രീനും ചൂസ് ചെയ്യാൻ പറ്റില്ല, ബ്ലൂവും ചൂസ് ചെയ്യാം. കാരണം എന്താ? ചിലപ്പോൾ അങ്ങനെയും വരാം. എം ടി ആണെന്ന് അർത്ഥം എന്താ? അപ്പോൾ എക്സ് ജെ ബി ദ കറന്റ് വാല്യൂ, എക്സ് ജെ ബി ദ കോൺഫ്ലിക്റ്റ് സെറ്റ്. അപ്പോൾ എവരി പോസിബിൾ ഓഫ് എക്സ് ജെ വാല്യൂ ബാക്ക് ജംപ് ടു ദി മോസ്റ്റ് റീസെന്റ്. അപ്പോൾ ഞാൻ എല്ലാ വാല്യൂ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്, എൻ്റെ കയ്യിൽ ഓപ്ഷൻ ഉണ്ട്, പക്ഷെ എം ടി ആവാൻ കാരണം എന്താണ്? എൻ്റെ നെയ്ബേഴ്സ് റെഡും ചൂസ് ചെയ്തു, മറ്റേ രണ്ടുപേര് ഗ്രീനും ചൂസ് ചെയ്തു, ബ്ലൂവും ചെയ്തു. എനിക്കിപ്പോ എൻ്റെ സെറ്റിൽ ഇപ്പോൾ എന്താ ഞാൻ ചൂസ് ചെയ്യുക? അപ്പോൾ ആരെയാണ് ലാസ്റ്റ് എന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് ടേൺ വന്നല്ലോ, അതിന് മുമ്പ് ആരെയാണ് ആദ്യം ലാസ്റ്റ് ആയിട്ട് മാറ്റിയത്? അവരിനെ അടുത്ത് പോയി നോക്കുക, അയാളെ ഒന്ന് വാല്യൂ മാറ്റി നോക്കുക. അത് കാരണം ഈ കോൺഫ്ലിക്റ്റ്, അതാണ് കോൺഫ്ലിക്റ്റ് എക്സ് ഐ. അത് ഞാൻ എക്സ് ജെയുടെ കോൺഫ്ലിക്റ്റും അയാളുടെ കോൺഫ്ലിക്റ്റും യൂണിയൻ എടുക്കുക, എന്നിട്ട് അയാളിൽ നിന്ന് റിമൂവ് ചെയ്യുക. അയാൾക്ക് ഗ്രീനും ബ്ലൂ ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ബ്ലൂ വരികയാണെങ്കിൽ എനിക്ക് ഗ്രീൻ എടുക്കാം. അങ്ങനെ ഒരു കേസ് വരാം. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് വായിക്കി നോക്കുക. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. കേട്ടോ, ഇതിൻ്റെ എക്സാമ്പിൾ അസൈൻ ഡബ്ല്യു വെസ്റ്റേൺ ഓസ്ട്രേലിയ. ജസ്റ്റ് ഒന്ന് അസൈൻ ചെയ്യാം ആദ്യം തന്നെ. അപ്പോൾ സൗത്ത് ഓസ്ട്രേലിയ ഫെയിൽസ് ഇറ്റ്സ് കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ സൗത്ത് ഓസ്ട്രേലിയക്ക് ഫെയിലായി. അതിൻ്റെ കോൺഫ്ലിക്റ്റ് സെറ്റ് കഴിഞ്ഞാൽ ഈ സൗത്ത് ഓസ്ട്രേലിയ ഫെയിലാകാൻ കാരണം ചിലപ്പോൾ റെഡും ഗ്രീനും പിന്നെ ആരാണ് ടെറിട്ടറി അല്ല ടി ആരാ ടാസ്മാനിയ, പിന്നെ ആരാ, ഇതെല്ലാവർക്കും ഓരോ കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ കൊടുക്കാൻ പറ്റാത്ത കളറ്, ഇയാൾക്ക് ഒരു കളറും കിട്ടിയില്ല. അതിന്റെ കാരണക്കാരൻ ആരാണ്? ഇയാളാണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയ അല്ലെ. അതിന്റെ കോൺഫ്ലിക്റ്റ് സെറ്റ് ഇയാളുടെ നെയ്ബർ മാത്രം നോക്കിയാൽ മതി. ആരാണ്? വെസ്റ്റേൺ ഓസ്ട്രേലിയയും നോർത്തേൺ ടെറിട്ടറിയും ക്യൂൻസ്ലാൻഡും. കാരണം ഈ ഓർഡറിലാണ് വെച്ചിരിക്കേണ്ട. വെസ്റ്റേൺ ഓസ്ട്രേലിയ കഴിഞ്ഞിട്ടാണ് നോർത്തേൺ സൗത്തേൺ വെയിൽസ് ഉപയോഗിക്കുന്നത് അല്ലേ? അല്ല, നോർത്ത് സൗത്തേൺ വെയിൽസ് അതിന്റെ ഇതിൽ പറയുന്നില്ല. നോർത്തേൺ സൗത്തേൺ വെയിൽസ് അത് നോക്കുന്നില്ല. പിന്നെ നമ്മൾ എൻ ടി നോക്കി, പിന്നെ ക്യൂ സ്റ്റാൻഡേർഡ് കോൺഫ്ലിക്റ്റ്. അപ്പൊ നമ്മൾ അതാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ റെഡ് ക്യൂൻസ്ലാൻഡ് വഴി, ക്യൂൻസ്ലാൻഡ് ആണ് അടുത്ത്. ഇയാളുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും റീസെന്റ് ഏതാണ്? വെസ്റ്റേൺ ഓസ്ട്രേലിയയും പിന്നെന്താ നോർത്തേൺ ടെറിട്ടറിയും ക്യൂൻസ്ലാൻഡ്. നോർത്തേൺ സൗത്ത് വെയിൽസ് ഒക്കെ ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഇതിൽ ഏതെങ്കിലും റീസെന്റ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് സെറ്റ് ആണ്. അപ്പൊ ബാക്ക് കം ടു ലാസ്റ്റ് ഏതാണ്? ക്യൂ ആണ് റീസെന്റ് ചെയ്ത്. അപ്പൊ ക്യൂവിലേക്ക് ജമ്പ് ചെയ്യുക, എന്നിട്ട് അതിന്റെ കോംപ്ലക്സ് സെറ്റ് ഏതൊക്കെയാണ്? ക്യൂവിന്റെ നെയ്ബേഴ്സ് ആയിരിക്കാണ് നോർത്തേൺ ടെറിട്ടറിയും പിന്നെ ആരാ? നോർത്തേൺ സെർവിക്കട. അത് യൂണിയൻ ഇയാളുടെ കോംപ്ലക്സ് സെറ്റ് ഏതൊക്കെയാണ്? ഇതും ഏത് മൈനസ് ക്യൂ എന്ന്. ഇപ്പൊ ബാക്ക് ട്രാക്കിംഗ് ക്യൂവിലേക്കല്ലോ ഒന്ന്, അതിനെ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും, വെസ്റ്റേൺ ഓസ്ട്രേലിയ കിട്ടും. പിന്നെ എന്താവും? ഇതും കിട്ടും അല്ലെ. ഇപ്പോൾ യൂണിയനിലെ യൂണിയൻ ആകുമ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയ വരും, നോർത്തേൺ ഓസ്ട്രേലിയയും നോർത്തേൺ ടെറിട്ടറിയും യൂണിയൻ ചെയ്ത നോർത്തേൺ ടെറിട്ടറി. പിന്നെ ക്യൂവും പോയി, അതായത് NSW വരും. NSW NT വെസ്റ്റേൺ ഓസ്ട്രേലിയ. There is no solution from Q onward. അപ്പൊ ക്യൂക്ക് ഒരു ക്യൂ റിമൂവ് ചെയ്യുന്ന അർത്ഥം എന്താ? ക്യൂവിന് സൊല്യൂഷൻ ഇല്ല അർത്ഥം. ഇതപ്പോ അപ്പൊ ഇനി അടുത്ത് ക്യൂ കഴിഞ്ഞു, ഇനി അതിന്റെ റീസെന്റ് ആരാണ്? NT. ഈ അയാളുടെയും കോംപ്ലക്സ് സെറ്റ് നോക്കുക, ഇതേ ഫോർമുല നോക്കുക. ഇവിടുന്ന് NT റിമൂവ് ചെയ്യുന്നുണ്ടോ? യെസ്, അഗെയിൻ NT റിമൂവ്. ഇനി വീണ്ടും അതാണ് നമ്മൾ നോക്കുക, NT ഹെൻസ് ദ അൽഗോരിതം ബാക്ക് ടു. ഇപ്പൊ ഇവിടെ റിമൂവ് ചെയ്യാൻ ഉണ്ടോ? ഇല്ല അല്ലെ. ഇവിടെ നമ്മൾ NT നോക്കി, യൂണിയൻ എടുത്തപ്പോ യൂണിയൻ എടുത്തപ്പോ ഇവിടെ നമുക്ക് ക്യൂവും നോക്കി. ഇവിടെ WA NT ഇവിടെ NT ഉണ്ട്, മൈനസ് NT റിമൂവ് ചെയ്തു. അപ്പൊ നമുക്ക് NTയുടെ ആവശ്യമില്ല, കാരണം NT ആണ് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ക്യൂവിന് എന്ത് ചെയ്തു? ബാക്ക് ട്രാക്ക് ചെയ്ത് ക്യൂവിനെ ഒഴിവാക്കി. ക്യൂവിന് സൊല്യൂഷൻ ക്യൂ ഓൺവേർഡ്. ക്യൂവിന് നോക്കുമ്പോൾ ക്യൂൻസ്ലാൻഡിന് ഒരു കോംപ്ലക്സ് സെറ്റ് ഇല്ല. ഗിവൻ ദ പ്രിസീഡിംഗ് അസൈൻമെന്റ്, ഈ അസൈൻമെന്റ് വെച്ചിട്ട് ക്യൂൻസ്ലാൻഡ് ഇവിടെ ഉണ്ടോ അല്ലെ?
അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചു വന്നു, എൻ ടിയിൽ വന്നു. അവിടുത്തെ കോംപ്ലക്സ് സെറ്റ് ഏതാണ്? എൻ ടിയുടെ കോംപ്ലക്സ് സെറ്റ് ഏതാണ്? നോർത്തേൺ ടെറിട്ടറിയുടെ കോംപ്ലക്സ് സെറ്റ് ഏതാണ്? WA, വെസ്റ്റേൺ ഓസ്ട്രേലിയ. തിരിച്ചിവിടെ വരുന്നു. എന്നിട്ട് ഓറിയോണിയൻ, അയാളുടെ നമ്മുടെ ഇനീഷ്യൽ സെറ്റ് ഏതാണ്? വെസ്റ്റേൺ ഓസ്ട്രേലിയ. നമ്മൾ ക്യൂവിലേക്കല്ലേ വന്നു മൈനസ് എൻ ടി റിമൂവ് ചെയ്തു, എൻ ടി റിമൂവ് ചെയ്തു, വെസ്റ്റേൺ ഓസ്ട്രേലിയയും അതാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയ എവിടെ കിടക്കുന്നു? നോർത്ത് സൗത്ത് വെയിൽസ് എവിടെ കിടക്കുന്നു? അവർ നമ്മുടെ നെയ്ബേഴ്സ് ആണോ? അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ NSWക്കാണ് ജമ്പ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓവർ ടി എന്താ? ടെറിട്ടറി. ടി അല്ല, ടാസ്മാനിയ വഴി. അങ്ങനെയാണ് പറയുന്നത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. അത്ര ഇമ്പോർട്ടൻസ് അല്ല ഞാൻ പറഞ്ഞത്. ഇനിയാണ് കൺസ്ട്രെയിൻഡ് ലേണിംഗ്. കൺസ്ട്രെയിൻഡ് ലേണിംഗ് ആഫ്റ്റർ ബാക്ക് ജമ്പിങ് ഫ്രം കൺസ്ട്രെയിൻഡ് എന്താ? റൂൾസ് നമ്മൾ പഠിക്കാം. ആദ്യം ഒന്ന് നമ്മൾ പറയും, ഇപ്പൊ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ഹോൾ ടിക്കറ്റ് കുറെ റൂൾസ് ഉണ്ടാവും. പി എസ് സി എക്സാമൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എനിക്കറിയില്ല. PSC എക്സാമിൽ നമ്മൾ എഴുതുമ്പോൾ പറയും നിങ്ങൾ അവിടെ 1:30 എത്തണം. 1:30 എത്തുമ്പോൾ നിങ്ങൾ ID കാർഡ് കൊണ്ടുവരണം. അല്ലേ? നമ്മൾ ഹോൾ ടിക്കറ്റ് എഴുതിയതല്ലേ? അപ്പോൾ ബുധനാഴ്ച ആണ് യൂണിഫോം പാടില്ല, യൂണിഫോം അല്ല, കളർ ഡ്രസ് ഇടാൻ പാടില്ല. അങ്ങനെ കുറെ റൂൾസ് ഉണ്ടാവില്ല. അപ്പൊ അതിനെ കുറിച്ച് പഠിക്കുക. ഐഡിയ ഫൈൻഡിങ് എ മിനിമം സെറ്റ് ഓഫ് വേരിയബിൾസ് ഫ്രം ദ കോംപ്ലക്സ് സെറ്റ് എന്ന് വളരെ ചുരുങ്ങിയ വേരിയബിൾസ്. എല്ലാവരും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വലിയ പ്രോബ്ലമായി. ആ 2-3 പ്രോബ്ലം അത് നമുക്ക് സോൾവ് ആക്കാനുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പഠിക്കുന്നതാണ് എന്ത്? ഈ കൺസ്ട്രെയിൻഡ് ലേണിംഗ്. അപ്പൊ നമ്മൾ ഇതിനെ റെക്കോർഡ് ചെയ്യുക. ഗുഡ് ആണോ ബാഡ് ആണോ? നോ ഗുഡ് ആണെങ്കിൽ ആ വേരിയബിൾസ് മാത്രം നോ ഗുഡ് ആണ്. അവർ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ. സോ അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇവിടെ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമല്ല. ഓക്കെ, ഇത് ഞാൻ ഒരു ദിവസം ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് അത്ര നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ഇത് ഞാൻ പരീക്ഷിക്കാൻ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഇത് തിയറി ആയതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഓടിക്കാം. ഇനി നമ്മൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറയാം. ഈ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വേരിയബിൾസ് ഉണ്ട് അറിയാം. എന്താ? T ഉണ്ട്, W ഉണ്ട്, O ഉണ്ട്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ സെഷൻ പറഞ്ഞു. C1, C2, C3. ഡൊമൈൻ എന്തൊക്കെയുണ്ട്? ഈ ക്യാരക്ടേഴ്സിന് എന്തൊക്കെ നമ്പേഴ്സ് കൊടുക്കാം? മാക്സിമം 9 നമ്പേഴ്സ് കൊടുക്കാം. പിന്നെ എന്താ? ക്യാരി ഉണ്ട്. എന്താ? 4 എണ്ണം വന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താ? 3 ക്യാരി ഉണ്ടാവില്ലേ? അതാണ് C1, C2, C3. ആ ക്യാരി ഏതർ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. ഇവിടെ എന്തായാലും 1 ആയിരിക്കുമല്ലോ. ഇവിടെ ക്യാരി ജനറേറ്റ് ചെയ്താലും ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ക്യാരി വരുന്നല്ലേ. അപ്പൊ എന്തായാലും ഇവിടെ 1 വരുമോ 0 വരുമോ നമുക്ക് തിരിച്ചറിയാം. അത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കാം. അപ്പൊ ഇതില് ഇടാം. ഇപ്പൊ നമുക്ക് ഉറപ്പായിട്ട് അറിയാം ഇത് 4ാമത് ക്യാരക്ടർ എന്തായാലും എന്തായിരിക്കും? ഇത് 1 ആയിരിക്കും. അപ്പോൾ ഇത് 1 ആണെങ്കിൽ C3 എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 1 ആണെങ്കിൽ ഇത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കാം. എന്താണ്? ആദ്യം തന്ന ക്യാരക്ടേഴ്സിന് TWO FUR, പിന്നെ C3 C2. അതിൽ നമ്മൾ C3 1 എടുത്തു, Fന് 1 എടുത്തു. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും 1 എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. 1നെ റിമൂവ് ചെയ്തു. ഇതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ C2ന് 0 കൊടുക്കുക. C2ന് 0 എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, 2O ഈക്വൽ ടു നോക്കൂ. C2 ആൻഡ് C3 MRV മിനിമം റിമൈനിങ് വാല്യൂസ് കണ്ടില്ലേ? കാരണം ഇനി ഇത്രയും വലിയ സെറ്റ് നോക്കണോ ഇത്ര വലിയ സെറ്റ് നോക്കണോ? ഏതാ ബെസ്റ്റ്? ഇതല്ലേ. C2ന് ഞാനിപ്പോൾ 0 കൊടുക്കുകയാണെങ്കിൽ C2ന് ഏതാണ്? ഇത് C2 അല്ലെ. C2 വരണമെങ്കിൽ ഈ 2O നോക്കാം. ബട്ട് ഞാൻ നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 2O C2ന് 0 കൊടുക്കുകയാണെങ്കിൽ C2 ഈക്വൽ ടു 0 കൊടുത്തു. അപ്പൊ C2 0 കൊടുക്കുമ്പോൾ സെയിം തന്നെയാണ്. ഇനി നമുക്ക് 2O C2 0 കൊടുത്തു, C1 നമ്മൾ 0 കൊടുത്തു. അപ്പോൾ C1 0 കൊടുത്തപ്പോൾ ബാക്കിയൊന്നുമില്ല, സെയിം തന്നെയാണ്. ഇനി 2O ഈക്വൽ ടു R. O പ്ലസ് O ഈക്വൽ ടു R. അവിടെ 2O ഈക്വൽ ടു R ആണ്.
അപ്പൊ നമുക്ക് എന്തായാലും അറിയാം ഏത് നമ്പർ മൾട്ടിപ്ലൈ ബൈ 2 കൊണ്ട് ചെയ്തെന്താവും ഈ 6 എന്തായിരിക്കണം. നമ്മൾ C1 കണ്ടുപിടിച്ചല്ലോ. C1 0 എന്ന് നടത്തുമ്പോൾ ഇവിടെ ഒരു ക്യാരി ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ലെസ് ദാൻ 9 ആയിരിക്കണ്ടേ. അതായത് ഇവിടെ 6 എപ്പോഴും എന്തായിരിക്കും? 6 എപ്പോഴും 0 വരില്ല അർത്ഥം ഉറപ്പായിട്ടും അല്ലേ. 0 വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാരി ഉണ്ടെന്ന് അർത്ഥം. അത് മാത്രമല്ല ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇവിടെ വരിക? 10ന് എപ്പോ ആവാനും പാടില്ല. 6 എപ്പോഴും 10നേക്കാളും ചെറുതായിരിക്കണം. ദാറ്റ് മീൻസ് O എപ്പം എന്തായിരിക്കും? 2 into 5 10. അപ്പൊ എന്തിനാ 5നേക്കാളും താഴെ ആയിരിക്കണം. പക്ഷെ 5നേക്കാളും താഴെ ആയിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം? 5നേക്കാളും താഴെ ആയിരിക്കണമെങ്കിൽ ഇനി നമ്മൾ നോക്കൂ. 5നേക്കാളും താഴെ ആയിരിക്കാൻ നമ്മൾ ഓവിനെ 4 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും 5നേക്കാൾ താഴെ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഏതാണ്? 4. അപ്പൊ 4 നോക്കുമ്പോൾ 8. അപ്പൊ എന്തായാലും 9നേക്കാളും താഴെയാണ്. 4 എടുത്ത് നോക്കി. ഇപ്പോ 4 എടുത്തപ്പോ ബാക്കി എല്ലാത്തിനും 4 റിമൂവ് ചെയ്തു. 8 എടുത്തപ്പോ 8ഉം റിമൂവ് ചെയ്തു. അപ്പൊ നമുക്ക് ഏതൊക്കെയാ കിട്ടി? ഇതും കിട്ടി, ഇതും കിട്ടി. അപ്പൊ എവിടെ O കാണുന്നത്? ഇവിടെയും O കാണുന്നത്. ഇനി Dയും കാണണം, Wയും കാണണം. ഇനി 2T എടുക്കുക. അടുത്തത് 2T എടുക്കുക. 2T equal to 1/4. ഓവിനെ നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചു. 2T equal to 1/4. T എന്തായിരിക്കും? 7. അല്ലേ? 7. അപ്പോൾ എവിടെയൊക്കെ 7 ഉണ്ടോ അവിടെയൊക്കെ T7 ചൂസ് ചെയ്യുക. ബാക്കി എല്ലാ കാര്യത്തിനെയും റിമൂവ് ചെയ്യുക. 7 റിമൂവ് ചെയ്യുക. അവസാനം എന്ത് ചെയ്തു? 7 കിട്ടി. ഇനി W മാത്രമേ ഉള്ളൂ. ഇനി W കിട്ടണമെങ്കിൽ 2W equal to U അല്ലേ. അപ്പൊ എനി നമ്പർ മൾട്ടിപ്ലൈ ബൈ 2 എന്താണ്? അല്ലേ? ഈവൻ ആണ്. അപ്പൊ എന്തായാലും U ഈവൻ ആണ് അറിയാം. പക്ഷെ അത് ഏത് നമ്പർ ആയാം. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം. ഇപ്പൊ ഇത് 1ഉം 1ഉം കൂട്ടി കഴിഞ്ഞാൽ 2 വരും. പക്ഷേ 2 വന്നു കഴിഞ്ഞാൽ നമ്മുടെ 1 ഓൾറെഡി നമ്മൾ Wന് Fന് 1 തരും. അപ്പൊ എന്തായാലും 2 കൊടുത്ത് നോക്കുക. 2ഉം 2 എന്താണ്? 2 കൊടുത്താണെങ്കിൽ 2W അല്ലേ. 2 into 2. 2 കൊടുത്ത 2 into 4 2W. 2 into 1ന് W 2 കൊടുക്കണമെങ്കിൽ 2 into 4 വരും. പക്ഷെ 4 ഓൾറെഡി യുവിന് ഓന് കൊടുത്തു. അപ്പൊ 2 പറ്റുമോ? ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക? Wന് 3 വരിക. അപ്പൊ 3 വരുമ്പോൾ എന്താവും? 6 വരും. അതായത് 2 into 3 6 വരും. അപ്പോൾ Wന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 + 2 4. ഓൾറെഡി യുവിനെ നമുക്ക് യുവിന്റെ കാര്യമാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് 2 into 2 4. അപ്പോൾ 4 ഓൾറെഡി ഉണ്ട്. 1ഉം കൊടുത്തപ്പോൾ 1 + 1 2. 1 + 1 1ഉം കൊടുത്ത് 2. അപ്പൊ W നമുക്ക് 1 കൊടുക്കാനും പാടില്ല. കാരണം W 1 കൊടുത്തു കഴിഞ്ഞാൽ അത് W കേസ് പറ്റില്ല. ഇനി W 2 കൊടുത്തു കഴിഞ്ഞാൽ 2 + 2 കൊടുക്കാം. പക്ഷെ 4 ഓൾറെഡി വന്നു. അതുകൊണ്ട് W എന്തായി? 3 ആയി. അതുകൊണ്ടാണ് 3 വരാൻ. 3 + 3 6. വേറെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല. അപ്പോൾ W കണ്ടുപിടിച്ചു, O കണ്ടുപിടിച്ചു, 3 എല്ലാവിടെയും പോയത്. അവസാനം ആൻസർ കണ്ട. അവസാനം W 2y ലെഫ്റ്റ് വാല്യൂ എടുത്ത് 3. ഇതാണ്. അപ്പോൾ താങ്ക് യു. നിങ്ങൾ മറ്റേ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. മനസ്സിലായെങ്കിൽ ഡൗട്ട് ചോദിക്കാം. ഓക്കെ. ഇതോടുകൂടി തേർഡ് യൂണിറ്റ് കഴിഞ്ഞു. ഓക്കെ. ഇനി ഇപ്പോൾ ടോപ്പിക്സ് ഉണ്ട്. അതിൻ്റെ ഒരു സ്ലൈഡായിട്ട് ഞാൻ തരാം. അത് അതിനൊരു സെഷനായി ഞാൻ തരില്ല. ഓക്കെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.